ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് മദ്യം മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് പൗരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. ചെറുതോണി പട്ടണം കേന്ദ്രീകരിച്ച് രാസലഹരി ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗവും തുടർന്നുള്ള ആക്രമണ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്നതായും സമീപകാലത്ത് നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതരുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും സമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് കാട് കയറി കിടക്കുന്ന വൈദ്യുതി ബോർഡിന്റെ സ്ഥലത്ത് രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും മദ്യം മയക്കുമരുന്ന് വസ്തുക്കളുടെ വിപണനം ഉൾപ്പെടെ വ്യാപകമായി നടക്കുമ്പോഴും പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗത്തു നിന്നുമുള്ള ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. ലഹരിയുടെ ഉപയോഗം നടക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. സന്ധ്യയോടുകൂടി യുവാക്കളും ചുറ്റിപ്പറ്റി വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത് വളരെ കൂടുതൽ ലഭ്യമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. പട്ടണത്തിൽ എത്തിച്ചേരുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ എത്തുന്ന ആളുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. വ്യാപാരം നടത്തുന്നതിന് വ്യാപാരികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുക. ഒരുപറ്റം യുവാക്കളും അല്ലാത്ത ആളുകളും ഉൾപ്പെടെ കൂട്ടം കൂടി നിന്ന് മറ്റുള്ള ആളുകളെ ശല്യപ്പെടുത്തുന്ന കാഴ്ച ഇന്ന് നിരന്തരമായി നമ്മുടെ പട്ടണത്തിലും ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഖേദപൂർവ്വം അറിയിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. വിഷയം സംബന്ധിച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ ഉന്നത അധികാരികൾക്ക് പരാതി നൽകിയതായും പൗരസമിതി നേതാക്കളായ ജോസ് കുഴികണ്ടം, സാജൻ കുന്നേൽ, ഔസേപ്പച്ചൻ ഇടക്കുളത്തിൽ, സതീഷ് വേണുഗോപാൽ എന്നിവർ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.